കറിക്കായ കൊണ്ട് മെഴുക്കുപുരട്ടി, തോരൻ അങ്ങനെയൊക്കെയല്ലേ സാധാരണ നമ്മൾ ഉണ്ടാക്കാറുള്ളത്. ഇന്ന് നമുക്ക് കറിക്കായ കൊണ്ട് വെറൈറ്റി പൂരി ഉണ്ടാക്കിയാലോ. ഇതിന് ഞാൻ 3 കറിക്കായ എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ സൈഡ് രണ്ടും ചെത്തിക്കളഞ്ഞ് വെള്ളത്തിൽ ഒരു 10 മിനിറ്റ് ഇട്ട് വയ്ക്കുക. കറ കളയാനാണിത്. ഇനി ഈ കഷ്ണങ്ങളെല്ലാം ഒരു കുക്കറിലോട്ടിടുക. കുറച്ച് വെള്ളം ചേർത്ത് 2 വിസിൽ വരുന്നത് വരെ വേവിക്കുക. അത് കഴിഞ്ഞ് തണുത്തതിന് ശേഷം ഇങ്ങനെ കറുത്ത നിറത്തിലായിരിക്കും. ഇതിനെ തൊലിയെല്ലാം മാറ്റിയെടുക്കുക. ഈ കഷ്ണങ്ങളെല്ലാം ഗ്രേറ്റ് ചെയ്തെടുക്കുക. ഈ ഗ്രേറ്റ് ചെയ്ത് വെച്ചതിൽ നിന്നും ഈ ബൗളിൻ്റെ അളവിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. വേറൊരു വലിയ ബൗളിലേക്ക് ഇടുക. ഇനി ഇതിലേക്ക് എത്ര കറിക്കായ ഗ്രേറ്റ് ചെയ്തെടുത്തോ അത്രയും അളവിൽ ഗോതമ്പ് പൊടി ചേർക്കുക. ഇനി ഇതിലാവശ്യത്തിന് ഉപ്പുപൊടി, 1/2 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ അയമോദകം കൈകൊണ്ട് തന്നെ നന്നായിട്ട് തിരുമ്മിയത്, പിന്നെ കുറച്ച് മല്ലിയില, പിന്നെ 1/4 സ്പൂൺ കായപ്പൊടിയും ചേർത്ത് കുറേശ്ശെ വെള്ളം ചേർത്ത് ചപ്പാത്തി മാവ് റെഡിയാക്കി എടുക്കുക. ഇതൊരു 10 മിനിറ്റ് നേരത്തേക്ക് മാവ് നല്ല സെറ്റ് ആവട്ടെ, അതിന് വേണ്ടി ഒന്ന് മൂടി വയ്ക്കുക. 10 മിനിറ്റ് കഴിയുമ്പോൾ 1 സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് മയപ്പെടുത്തിയെടുക്കുക. ഇനി പൂരി ഉണ്ടാക്കാൻ വേണ്ടി ചെറിയ ചെറിയ ഉരുളകളാക്കി വയ്ക്കാം. ഇത് പൂരിക്ക് വേണ്ടി നന്നായിട്ട് പരത്തിയെടുക്കുക. പരത്തുമ്പോൾ ഒരുപാട് തിക്കും ഒരുപാട് തിന്നും ആവാതെ നോക്കണം. തിക്നെസ് പാകത്തിലായാൽ മാത്രമേ പൂരി നന്നായിട്ട് പൊങ്ങി വരികയുള്ളൂ. അതുപോലെ കൂടുതൽ സമയം പരത്തി വയ്ക്കുകയും ചെയ്യരുത്. ഇനി ഒരു ചീനച്ചട്ടി സ്റ്റൗവിൽ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കുക. നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഓരോ പൂരിയായിട്ട് എണ്ണയിൽ മൊരിച്ചെടുക്കുക. ഇങ്ങനെ ചെറുതായിട്ട് തട്ടിക്കൊടുക്കുമ്പോൾ പൂരി നന്നായിട്ട് പൊങ്ങി വരും. 2 സൈഡും മൊരിഞ്ഞ് കഴിയുമ്പോൾ കൂടുതലുള്ള എണ്ണ മാറാൻ വേണ്ടി ഒരു ടിഷ്യൂ പേപ്പറിൽ വിരിക്കുക. നല്ല സ്വാദിഷ്ടമായ പൂരി തയ്യാറായി കഴിഞ്ഞു. ഇത് ഇഷ്ടമുള്ള കറികൾ ചേർത്ത് കഴിക്കാം. കറി ഇല്ലെങ്കിലും അങ്ങനെ തന്നെയും കഴിക്കാം. ഈ ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.